യൂട്രൈൻ ക്യാൻസർ 2 ടൈപ്പാണ് യൂട്രൈൻ ക്യാൻസർ എന്ന് പറഞ്ഞാൽ. ഒന്ന് എൻഡോമെട്രിയൽ ക്യാൻസർ, മറ്റേത് സെർവൈക്കൽ ക്യാൻസർ. സെർവൈക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസിൻ്റെ മുഖം, അതായത് നമ്മൾ വജൈനയായിട്ട് ലേക്ക് എക്സ്പോസ് ചെയ്തിരിക്കുന്ന ഭാഗത്തിനെയാണ് സെർവിക്സ് എന്ന് പറയുന്നത്. അവിടെ വരുന്ന ക്യാൻസർ ഒരു ടൈപ്പാണ്. എൻഡോമെട്രിയത്തിൽ വരുന്നത് വേറൊരു ടൈപ്പാണ്. അപ്പം സെർവൈക്കൽ ക്യാൻസറിലേക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഞാനൊക്കെ PG ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സെർവൈക്കൽ ക്യാൻസർ വന്നു 3rd സ്റ്റേജും 4th സ്റ്റേജും ഒക്കെ എത്തിയിരിക്കുന്ന പേഷ്യൻസിനെ ഒത്തിരി കാണാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമുക്കതിന് പാപ് സ്മിയർ എന്നും പറഞ്ഞൊരു സ്ക്രീനിങ് ടെസ്റ്റ് വന്നു. അപ്പം അത് വരുമ്പോൾ തന്നെ അതൊരു 10-20 വർഷം കൊണ്ടേ അത് ക്യാൻസറിലേക്ക് പോകുള്ളൂ. അപ്പോൾ പാപ് സ്മിയർ വന്ന് സ്ക്രീനിങ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഏർലി സ്റ്റേജിൽ വെച്ച് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഒന്നും വേണ്ട. അതൊരു പാപ്പിലോമ വൈറസ് എന്ന് പറയും. ഒരു നമ്മൾ ഈ വാർട്ടെന്ന് പറയല്ലേ, അരുമ്പാറ എന്നൊക്കെ പറയുന്നത്, ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരു വൈറസിൽ ചില വിഭാഗമാണ് ഇതുണ്ടാക്കുന്നത്. അപ്പം അത് പ്രത്യേകിച്ച് വീക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ ഉള്ളവരിലാണ് ഇതും വരുന്നത്. എപ്പോഴും റെക്കറൻറ്റ് ഇൻഫെക്ഷനും ഒബേസിറ്റിയും ഒക്കെ ഉള്ള, അല്ലെ പുവർ ന്യൂട്രീഷനും സെഡൻറ്ററി ലൈഫും ഒക്കെ ഉള്ളവർക്കാണ് ഈ വൈറസ് ആണെങ്കിലും അത് വരുന്നത്. പക്ഷേ ബേസിക്കലി ഇത് വൈറസ് ആണ്. അതിൻ്റെ ഈ ജനറ്റിക് മ്യൂട്ടേഷൻ ഉണ്ടാക്കി ക്യാൻസറിലേക്ക് കൊണ്ടുപോകുന്ന ഈ വൈറസാണ്. ഇപ്പം നമുക്കതിന് വാക്സിൻ ഉണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ആണെങ്കിലും WHO ഭാഗമായിട്ട് 57 കൺട്രീസിലെന്തോ ഇപ്പം നമുക്ക് ഈ സെർവൈക്കൽ ക്യാൻസർ വാക്സിൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മളും കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടുത്തെ പേഷ്യൻസ്, ഇവിടുത്തെ കുട്ടികൾ 5ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഉള്ള കുട്ടികൾ, എനിക്ക് തോന്നുന്നു കുറച്ച് വർഷമായി അത് തുടങ്ങിയിട്ട്. അപ്പം നമ്മൾ വിതിൻ എത്രയോ വർഷത്തിനുള്ളിൽ എല്ലാ യങ്സ്റ്റേഴ്സിനെയും, യങ് ലേഡീസിനെയും 26 ഇയേഴ്സ് വരെ ഉള്ളവരെ അതിൻ്റെ വാക്സിൻ കൊടുത്ത്, അപ്പോൾ അതോടുകൂടി നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നേരത്തെ അത് സ്റ്റാർട്ട് ചെയ്ത് അവിടെയൊക്കെ ഓൾമോസ്റ്റ് നല്ല പെർസെൻറ്റേജിൽ അത് കുറയ്ക്കാൻ പറ്റി സെർവൈക്കൽ ക്യാൻസർ. അത് വൈറസ് ആണ് അതിന് കാരണം. അതിനെ കറക്റ്റ് ചെയ്ത് വാക്സിൻ കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് 9 ഇയേഴ്സ് ടു 26 ഇയേഴ്സ് വരെയുള്ളതാണ്. സ്കൂളിൽ 9 to 14 നമ്മൾ ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ളത്. അല്ലാതെ 26 ഇയേഴ്സ് വരെ എടുക്കാം. പ്രത്യേകിച്ച് പ്രീ സെക്ഷൽ എക്സ്പോഷറിന് മുമ്പായിട്ട് എടുക്കണമെന്നുള്ളതാണ്. പിന്നെ എൻഡോമെട്രിയൽ ക്യാൻസറിന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്നത് പ്രിവെൻഷന് വേണ്ടിയിട്ട് നമ്മൾ പീരിയഡ്സ് റെഗുലറായിട്ട് കൊണ്ടുപോവുക, ഒബേസിറ്റി ഇല്ലാതെ നിർത്തുക, പ്രത്യേകിച്ച് അബ്ഡോമിനൽ ഒബേസിറ്റി ഇല്ലാതെ നിൽക്കുക. പിന്നെ നമുക്ക് ഫാമിലിയൽ ഹിസ്റ്ററി ഉള്ള ഒരു ലിഞ്ച് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫാമിലിയലായിട്ട് വരാനും ഒക്കെ സാധ്യതയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസ് വരാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ മറ്റിക്കുലസ് ആയിട്ട് നമ്മൾ CA 125 ചെക്ക് ചെയ്യുക. അതുപോലെ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് കൂടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.